പൗലോസെ ഇത് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ട് തരണല്ലോ കേട്ടോ, ഇത് ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിട്ട് തരണല്ലോ കേട്ടോ, ഇത് നിവൃത്തിയില്ലാണ്ട് തരണം കേട്ടോ എന്ന് പറയുമ്പോ ആ ഭക്ഷണം കഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട്. ഇതെനിക്ക് ഇഷ്ടമുണ്ടായിട്ട് ചെയ്യണമല്ല, ഇതെനിക്ക് ഇഷ്ടമുണ്ടായിട്ട് ചെയ്യണമല്ല. ഇഷ്ടമില്ലാത്തൊരു ബലി ഒരു പുരോഹിതൻ അർപ്പിക്കുമ്പോൾ ആ ബലിയിൽ ഇഷ്ടമില്ലാത്തൊരു ബലിയിൽ അർപ്പിക്കപ്പെടുമ്പോ നമ്മൾ എന്തിനും ഇഷ്ടമില്ലാത്ത ബലിയിൽ പങ്കെടുക്കാൻ പോകുന്നു? മാർപ്പാപ്പയെ അനുസരിക്കില്ല, മെത്രാനെ അനുസരിക്കില്ല, സഭയെ അനുസരിക്കുന്നില്ല, ആരെയും അനുസരിക്കാതെ അവരൊരു ബലി അർപ്പിക്കുന്നു. ഈ ബലിയിൽ ഞാനൊന്ന് ചോദിച്ചിട്ട് സുഹൃത്ത്, ഈ ബലിയിൽ ഏത് ദൈവം പ്രത്യക്ഷപ്പെട്ടു? ഞാൻ പറവൂർ ഫൊറോന ആലങ്ങാട് കുന്നേൽപ്പള്ളി ഇടവക. ഞാൻ സ്ഥിരമായിട്ട് ഞങ്ങളുടെ പള്ളിയിൽ മുടങ്ങാതെ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇല്ലിസെന്റ് കുർബാന എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ നിർത്തിയത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മുടെ അച്ഛൻ കുർബാന ഏകീകൃത കുർബാന ചെല്ല എന്ന് പറഞ്ഞൊരു അന്തരീക്ഷം വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും പള്ളിയിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പോയി തുടങ്ങിയപ്പോ ആദ്യമായി പറഞ്ഞു വെച്ചാൽ ഈ പള്ളിയിൽ കുർബാനയ്ക്ക് പോകുമ്പോൾ ഇതിന്റെ അച്ഛൻ കഴിഞ്ഞ പിന്നെ കപ്പ്യാർ പോലത്തെ സംഭവം റോഡ് ചെയ്യുന്ന ആളാണ് ഞാൻ. പാട്ട് പാടും, ശുശ്രൂഷകനാവും, ലേഖനം വായിക്കും, അങ്ങനെ എല്ലാത്തിലും മുൻപന്തിയിൽ പള്ളിയിൽ ഉണ്ടാവുന്ന ഒരാളാണ്. അപ്പൊ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുൻപന്തിയിലും ഏറ്റവും ഭക്തിയോടുകൂടി പങ്കെടുക്കുന്ന ഒരാളാണ്. അത് എന്റെ ഇടവക്കാർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇടവക്കാർക്ക് പള്ളിയിൽ നിന്ന് പോന്നപ്പോൾ തന്നെ എല്ലാവരും ഒത്തിരി പേര് എന്നെ വിളിച്ച് ചേട്ടൻ എന്തുകൊണ്ട് പള്ളിയിൽ നിന്ന് പോകുന്നത്, അച്ഛനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒത്തിരി പേര് എന്നോട് അതിന് ചോദിക്കാം. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു അച്ഛനുമായിട്ടൊന്നും ഒരു പ്രശ്നമില്ല, സഭയുടെ കുർബാന കിട്ടാതെ ഞാൻ പള്ളിയിലേക്ക് പോകും. അപ്പൊ അവരോട് പറഞ്ഞ് അപ്പൊ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അവർ അങ്ങനെ പറഞ്ഞ് അങ്ങനെ പോയത്. അപ്പൊ അങ്ങനെയാണ് വീണ്ടും അച്ഛൻ രണ്ടാമത് കുർബാന സഭയുടെ കുർബാന ചെല്ലുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടും പള്ളിയിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ വന്ന് തുടങ്ങിയപ്പോ അച്ഛൻ അവിടെ നിന്നിട്ട് ആ ബലിയിൽ അർപ്പിക്കുമ്പോൾ അച്ഛൻ പറയുന്നു ഇതെനിക്ക് ഇഷ്ടമുണ്ടായിട്ട് ചെയ്യണമല്ല, ഇതെനിക്ക് ഇഷ്ടമുണ്ടായിട്ട് ചെയ്യണമല്ല, ഇതെനിക്ക് ഇഷ്ടമുണ്ടായിട്ട് ചെയ്യണത് ആവർത്തിച്ച് വീണ്ടും പറയുന്നു. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇഷ്ടമില്ലാത്തൊരു ബലി ഒരു പുരോഹിതൻ അർപ്പിക്കുമ്പോൾ ആ ബലിയിൽ ഇഷ്ടമില്ലാത്തൊരു ബലിയിൽ അർപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ എന്തിനും ഇഷ്ടമില്ലാത്ത ബലിയിൽ പങ്കെടുക്കാൻ പോകുന്നു? ഇതെന്നെ വല്ലാതെ ചിന്തിക്കും. മറ്റുള്ളവർക്ക് അത് പ്രശ്നമുണ്ട്, പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഇഷ്ടമില്ലാത്തൊരു വൈദികൻ അർപ്പിക്കുന്ന ബലിയിൽ പങ്കെടുക്കാൻ എന്നെ കൊണ്ടാകുമോ? എന്റെ ബോധ്യം അതല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ബലിയിൽ നിന്നും പോരാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അതിൽ നിന്ന് പോകും. അതാണ് പിന്നെ അപ്പോ അതിനകത്ത് പങ്കെടുത്തുകൊണ്ടിരുന്ന നമ്മൾ കൂട്ടിക്കൊണ്ടു വന്നിരുന്ന കുറച്ച് ആൾക്കാർക്ക് അത് പ്രതിഷേധമായി. അപ്പൊ അതിൽ പലരും എന്നോട് ചോദിക്കാൻ തുടങ്ങി എന്തുകൊണ്ട് ചേട്ടൻ വന്ന് ആ കുർബാനയിൽ പങ്കെടുക്കാണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അവരോട് വിശദീകരണം. അപ്പൊ ഞാൻ ഒരു ചേച്ചി എന്നോട് ഇതേമാതിരി ചോദിച്ചു. ഒരു വീട്ടിൽ ഞാനിത് എന്റെ കാര്യം പറയാൻ പോയപ്പോ ആ ചേച്ചി എന്നോട് പൗലോസ് എന്തുകൊണ്ട് പൗലോസ് ഈ കുർബാനയിൽ പങ്കെടുക്കും? അപ്പൊ ഞങ്ങൾ മാത്രമായി പൗലോസൊക്കെ അതിൽ നിന്ന് മാറും. അപ്പൊ ഞാൻ ആ ചേച്ചിയോട് സാവധാനം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ ഈ വീട്ടിലേക്ക് കടന്നു വരും. ചേച്ചി എന്നോട് പറയുന്നു ഗേറ്റിക്ക് പറഞ്ഞു നിങ്ങൾ പൗലോസിന്റെ അതിൽ കിടക്കണ്ട, പൗലോസ് ഇവിടേക്ക് വരണ്ട, പൗലോസ് ഇവിടേക്ക് വരണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് വരാൻ ബുദ്ധിമുട്ട്. ഇനി അതപ്പോ ഞാൻ കടന്നു വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് ഭക്ഷണമോ അല്ലെങ്കിൽ കുറച്ച് ചായ എന്തെങ്കിലും കാര്യങ്ങൾ തന്നുകൊണ്ട് നിങ്ങൾ എന്നോട് പറയുന്നു പൗലോസെ ഇത് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ട് തരണല്ലോ കേട്ടോ, ഇത് ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിട്ട് തരണല്ലോ കേട്ടോ, ഇത് നിവൃത്തിയില്ലാണ്ട് തരണം കേട്ടോ എന്ന് പറയുമ്പോ ആ ഭക്ഷണം കഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട്. ഇതാണ് ഈ വൈദികൻ അർപ്പിക്കുമ്പോ ബലിയിൽ എനിക്കുണ്ടാവുന്ന ഫീൽ. അങ്ങനെ ഒരു കാഴ്ചക്കാരനായിട്ട് ഇഷ്ടമില്ലാത്ത ബലി ഒരു വൈദികൻ ഇഷ്ടമില്ലാത്ത വൈദികനെ അർപ്പിക്കുമ്പോൾ ആ ബലിയിൽ പങ്കെടുക്കാൻ അതിനൊന്നും ആദ്യമേ തന്നെ ഞാൻ ആദ്യമേ പറയട്ടെ, ഇവരർപ്പിക്കുന്ന ബലിയിൽ ഒന്നും കിട്ടൂല എന്നുള്ള ബോധ്യം ആദ്യം എനിക്കുള്ളവരാണ്. പിന്നെ രണ്ടാമത് ചെയ്യുന്നു വൈദികൻ നിങ്ങൾക്ക് ഇടവയ്ക്ക് വേണ്ടി ബലി അർപ്പിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ പോയാന്ന് കിട്ടും. അതാണ് ഒരു കാര്യം. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നറിയോ, ഇവര് ഇപ്പൊ അർപ്പിക്കുന്ന ഈ ബലിയിൽ നമുക്ക് എന്ത് കിട്ടും? അത് വചനം പറയുന്നില്ല. നമ്മൾ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ എങ്ങനെയാ പോകുന്നത്? ബലിയർപ്പിക്കാൻ പോകുന്നവന്റെ മനസ്ഥിതി എന്താണെന്ന് വചനം പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയണം എന്താണ്? നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ കാഴ്ച വസ്തു ബലിപീഠത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ നിന്റെ സഹോദരനോടും എന്തെങ്കിലും അനിഷ്ടം നിനക്ക് ഉണ്ടെന്ന് തോന്നിയാൽ അത് നമുക്കല്ല, തോന്നുന്നുള്ള പ്രശ്നം. ഇപ്പൊ എനിക്ക് നിങ്ങളോടൊക്കെ വൈരാഗ്യം ഓക്കെ, പക്ഷെ ഇത് വചനം പറയുന്നത് അതല്ല. വചനം പറയുന്നത് അവന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്ന പക്ഷം നീ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി അവനുമായി രമ്യതപ്പെട്ടുകൊണ്ട് വരണം. ഇതാണ് യഥാർത്ഥമായ ഒരു ബലിയിൽ നമ്മൾ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ഒരു മനസ്ഥിതി ഉണ്ടാവും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു പുരോഹിതൻ, നമ്മുടെ ഈ വിമത വൈദികർ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോ അനുസരണക്കേടിന്റെ ബലി അർപ്പിക്കുന്ന ഈ വൈദികൻ ചെയ്യണത് എന്താണ്? മാർപ്പാപ്പയെ അനുസരിക്കില്ല, മെത്രാനെ അനുസരിക്കില്ല, സഭയെ അനുസരിക്കുന്നില്ല, ആരെയും അനുസരിക്കാതെ അവരൊരു ബലി അർപ്പിക്കുന്നു. ഈ ബലിയിൽ ഞാനൊന്ന് ചോദിച്ചിട്ട് സുഹൃത്ത്, ഈ ബലിയിൽ ഏത് ദൈവം പ്രത്യക്ഷപ്പെട്ടു?
ഏത് ദൈവം പ്രസാദം? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? അനുസരണക്കേടിന്റെ ബലി അർപ്പിക്കുമ്പോൾ, അതായത് നമ്മുടെ കർത്താവ് പിതാവിനെ അനുസരിച്ച്, പിതാവ് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, പിതാവ് ഇതിൽ നിന്ന് മാറ്റിത്തരാമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിതാവിനെ അനുസരിച്ച് നടത്തുന്ന ഒരു പരിശുദ്ധ ബലി ഇവിടെ അനുസരണക്കേടിന്റെ ബലിയായിട്ട് അർപ്പിക്കുമ്പോൾ അതിനകത്ത് ഏത് ദൈവം പ്രത്യക്ഷപ്പെടുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്കൊരു അധികം പഠിപ്പൊന്നുമില്ല, പക്ഷെ എനിക്ക് ആ ഒരു ബുദ്ധിയിൽ മനസ്സിലായിട്ടില്ല കാര്യം. അപ്പൊ അങ്ങനെ അനുസരണക്കേടിന്റെ ഒരു ബലി അർപ്പിക്കുന്നതിനകത്ത് ഒന്നും ഇതിൽ നിന്ന് കിട്ടില്ല എന്നുള്ള ബോധ്യം എനിക്ക് ആദ്യമേ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കുർബാനയിൽ നിന്ന് മാറുന്നത്. അതിനുശേഷം ഈ കുർബാനയിൽ നിന്ന് മാറിപ്പോയി. അപ്പൊ ചേട്ടൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ചോദിക്കും. ഒറ്റ കുർബാന ഞാൻ അതിന് മുടങ്ങിയിട്ടില്ല. ഞാൻ എനിക്ക് പറ്റുന്ന അടുത്ത ഇടവകയിൽ, അതായത് ഈ നമ്മുടെ സഭയുടെ കുർബാന ചെല്ലുന്ന ഇടങ്ങളിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പൊ അവിടെ പോയിട്ട് ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, ഞാൻ ഈ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുർബാനയ്ക്ക് പോകുന്നുണ്ട്. എനിക്കൊരു ലാറ്റിൻ കുർബാന പിന്നെ ഞാൻ അവിടെ അടുത്തൊന്നും കുർബാനയില്ല. ഞാൻ അടുത്ത ലാറ്റിൻ കുർബാനയ്ക്ക് പോയി. ലാറ്റിൻ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ ആൾക്കാർ ചോദിച്ചു, എന്താ ചേട്ടൻ ലാറ്റിൻ കുർബാനയ്ക്ക് പോകണേണ്ട, എന്ത് ഇവിടെ കുർബാന ഇല്ല? ഇവിടെ സഭയുടെ കുർബാന. അല്ല ചേട്ടാ, അവിടെ ഇങ്ങോട്ട് തിരിഞ്ഞ കുർബാനയാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചത്, എന്നെ സംബന്ധിച്ച് ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നോ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നോ അല്ലെങ്കിൽ മറിഞ്ഞു നിൽക്കുന്നോ എന്നുള്ളതല്ല എന്റെ വീട്. സഭയെ അനുസരിച്ച് കുർബാന നടത്തുന്നതാണ് എന്റെ വീട്. സഭയിലൂടെ മാത്രമേ, സഭയിൽ അർപ്പിക്കുമ്പോൾ സഭയെ അനുസരിച്ച് കുർബാന നടത്തുമ്പോൾ ആ കുർബാനയിൽ പങ്കെടുത്താലേ അതിൽ നിന്നുള്ള കർത്താവിന്റെ കൃപാവരം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇതാണ് എന്റെ പ്രശ്നം. അല്ലാതെ എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് എന്റെ പ്രശ്നം. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ലാറ്റിൻ കുർബാനയ്ക്ക് പോകാറ്. അങ്ങനെ ലാറ്റിൻ കുർബാന ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഈ വൈദികൻ, എന്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ പറയുന്നത്, ഈ ഇപ്പോഴും നമ്മുടെ ഈ അനുസരണക്കേടിന് ബലിയർപ്പിക്കുന്ന വൈദികന് ഒരു കാശ് രൂപ വെച്ചിരിച്ചാൽ പോലും പവറില്ല. നിങ്ങൾക്കറിയോ, ഞാൻ എന്റെ വീട്ടിൽ ഈ വൈദികൻ ബെഞ്ചിരിക്കാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു, എന്റെ വീട്ടിൽ അച്ഛൻ ബെഞ്ചിരിക്കണം. എനിക്ക് അച്ഛനോട് വിരോധമില്ല, സ്നേഹക്കുറവുമില്ല. കാരണം അച്ഛനോട് സ്നേഹവും വിരോധം ഉണ്ടെങ്കിൽ എനിക്ക് ഏത് കുർബാനയ്ക്ക് പോലും രക്ഷയില്ല. ഞാൻ അച്ഛനോട് വൈരാഗ്യം വെച്ചുകൊണ്ട് വേറെ ഏത് കുർബാനയ്ക്കും, കാരണം സഹോദരനോട് വൈരാഗ്യം വെക്കാൻ പാടില്ല. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണെന്നാണ് പറയണേ, മനസ്സിലല്ലേ? അപ്പൊ അതുകൊണ്ട് എനിക്ക് അച്ഛനോട് വിരോധമില്ല. പക്ഷെ അച്ഛന്റെ കുർബാന സഭയെ അനുസരിക്കാതെ നടത്തുന്ന കുർബാനയിൽ എനിക്ക് പങ്കെടുക്കാം. അതിൽ നിന്നും എനിക്കൊന്നും കിട്ടൂല എന്ന് വിശ്വസിക്കുന്നവൻ. അതെന്റെ വിശ്വാസമാണ്. സഭയിലൂടെയാണ് കർത്താവ് എല്ലാം തന്നിരിക്കുന്നത്. സഭ കർത്താവ് സ്ഥാപിച്ചാൽ വേറെ ആരും സ്ഥാപിച്ചാൽ, അപ്പൊ സഭയെ അനുസരിച്ചാലും ഇത് കിട്ടുള്ളൂ. അപ്പൊ എന്റെ ഒരു പാവം മോചിക്കണമെങ്കിലോ എനിക്കൊരു വീട് വെഞ്ചരിക്കുമ്പോഴോ ഇതിന്ന് കിട്ടുന്നതാണ്. അപ്പൊ ഞാൻ ആ വൈദികനോട് പറഞ്ഞു, അപ്പൊ അത് അറിയാവുന്നതിന് ഞാൻ ഈ വൈദികനോട് പറഞ്ഞു, അച്ഛൻ വെഞ്ചരിക്കാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു, അച്ഛാ എന്റെ വീട്ടിൽ അച്ഛൻ വെഞ്ചരിക്കും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ വീട്ടിൽ ഇപ്പൊ തന്നെ ഒരു അനുസരണക്കേണ്ട രൂപയുണ്ട്. അതായത് ഞാൻ പറഞ്ഞ എന്റെ ഭാര്യ കേൾക്കുന്നില്ല, ഞാൻ പറഞ്ഞ എന്റെ മക്കള് കേൾക്കുന്നില്ല, മക്കള് പറഞ്ഞ് ഞാൻ കേൾക്കുന്നില്ല, ഭാര്യ പറഞ്ഞ് ഞാൻ കേൾക്കാൻ, അങ്ങനെ ഒരു കുടുംബത്തിലൊരു ഒരു അനുസരണക്കേണ്ട രൂപയുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ അച്ഛനും കൂടി വന്നു. അച്ഛൻ മാർപ്പാപ്പ അനുസരിക്കുന്നില്ല, മെത്രാനെ അനുസരിക്കുന്നില്ല, സഭയെ അനുസരിക്കുന്നില്ല, ആരെ അനുസരിക്കുന്നില്ല. അപ്പൊ അച്ഛൻ ഇവിടെ കൊണ്ടുവന്ന് എന്തായിരിക്കും ഇടാൻ പോണേ? ഈ അനുസരണക്കേണ്ട രൂപയല്ലേ? അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ അച്ഛൻ വെഞ്ചിരിക്കണം. പിന്നെ ഒരു കാര്യം, അച്ഛൻ എന്ന് സഭയെ അനുസരിക്കുന്നോ അന്ന് ഞാൻ വന്ന് വിളിക്കും. വേറെ ആരും അച്ഛൻ വരണ്ട, ഞാൻ വന്ന് വിളിക്കും. എനിക്ക് ബോധ്യമുണ്ടോ അച്ഛൻ സഭയുടെ ആളാണ്. അന്ന് വന്ന് വിളിക്കുമ്പോ അച്ഛൻ വന്ന് ഇവിടെ വെഞ്ചിരിക്കും. അച്ഛൻ തന്നെ വെഞ്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ അപ്പൊ അച്ഛൻ നമുക്ക് കുഴപ്പമില്ലാട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. കാരണം ഈ സഭയെ അനുസരിക്കാതെ ഈ വൈദികന് എന്ത് ചെയ്താലും, അറ്റ്ലീസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കാശ് രൂപം വെച്ചിട്ട് ഒരു പവറില്ല. അപ്പൊ നമ്മൾ ഈ പരിശുദ്ധ കുർബാനയുടെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓരോരുത്തരുടെ അവകാശമാണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഓരോരുത്തരുടെ ആത്മരക്ഷയുടെ പ്രശ്നമാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇതിനകത്ത് പോകുമ്പോ നമ്മൾക്ക് മാത്രം, ഇപ്പൊ നമ്മുടെ കാര്യം മാത്രം നോക്കി, നമ്മുടെ സഹോദരൻ അവരുടെ ആത്മരക്ഷ നമ്മൾക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മളവരോട് പറഞ്ഞത് അതിനകത്ത് പോകല്ലേ, അല്ലെങ്കിൽ ഇത് പങ്കെടുക്കണമെന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. ഓരോരുത്തരുടെ ആത്മരക്ഷയുടെ പ്രശ്നം. നമുക്ക് സ്വർഗത്തിലേക്ക്, നമ്മുടെ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരാൾക്കാരാണ്. അപ്പൊ നമുക്ക് സ്വർഗോത്മകമായിട്ട് നമുക്ക് നീങ്ങണമെങ്കിൽ നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ 10 കുർബാന പങ്കെടുക്കണം. അത് സഭയോടെ ആയിരിക്കണം. സഭയിലൂടെ പങ്കെടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ ആത്മരക്ഷ അതിനകത്ത് വരുന്നുള്ളൂ. അപ്പൊ ഓരോരുത്തരും നമ്മൾ വിശുദ്ധ കുർബാന പങ്കെടുക്കുമ്പോൾ, സഭയോട് ശ്രീയമായിട്ട് അധികാരത്തിലൂടെ വിശുദ്ധ കുർബാന പങ്കെടുക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ഓരോരുത്തരുടെ ആത്മരക്ഷയുടെ പ്രശ്നമാണ്. അപ്പൊ നമ്മുടെ ആത്മരക്ഷ നഷ്ടപ്പെടുത്താതെ അത് ലഭിക്കുമെന്ന് ഉറപ്പുള്ള കുർബാനയിലും കുദാശകളിലും മാത്രമേ നമ്മൾ പങ്കെടുക്കാൻ പാടുള്ളൂ. മറ്റൊന്നിനും നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. അതാണ് എന്റെ അഭിപ്രായം.